സമാനതകളില്ലാത്ത കൃഷിക്കാരനായ കേരള രാഷ്ട്രീയത്തിലെ ബഹുമുഖ പ്രതിഭയാണ് ശ്രീ പി ജെ ജോസഫ്. 80കളിലേക്കു കടന്ന ആ പ്രതിഭയുടെ തേരോട്ടം ഇപ്പോഴും തുടരുന്നു. തൊടുപുഴയുടെ പ്രിയങ്കരനായ ഈ ജനനായകൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ റവന്യൂ, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് പോലുള്ള പ്രധാന വിഭാഗങ്ങളുടെ അമരക്കാരനുമായിരുന്നു. ഒടുവിൽ ജലസേചന മന്ത്രിയുമായിരുന്നു. പി ജെ ജോസഫ് സാർ ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, മന്ത്രി, MLA അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ആ മേഖലയിൽ അദ്ദേഹം എത്ര തിരക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃഷിയിടവും അദ്ദേഹത്തിൻ്റെ പശുഫാമും ഒക്കെ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതി എന്ന് പറയുന്നത് ജൈവ കൃഷിയാണ് അദ്ദേഹം മുഖ്യമായി ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന പി ജെ ജോസഫ് സാർ. ഞങ്ങൾ കൃഷിക്കാരുടെ ഒരു ഭവനമാണ്. തുടക്കം മുതൽ പശു വളർത്തലുണ്ടായിരുന്നു. പിന്നീട് ജൈവ കൃഷിയിൽ ഞാൻ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതിൽ ചാണകവും ഗോമൂത്രവും എല്ലാം ഈ ജൈവ കൃഷിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ കൃഷിയോടൊപ്പം മറ്റൊരു വരുമാനവും കൂടിയാണ് പാലിൽ നിന്നുള്ള വരുമാനം. അത് മുന്നിൽ കണ്ടുകൊണ്ട് നല്ല ഇനം പശുക്കളെ, ഉൽപാദനശേഷിയുള്ള പശുക്കളെ വളർത്താനും കിടാക്കളെ വളർത്തി കൊണ്ടുവരാനും പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വിജയമാണ്. മറ്റ് കൃഷിക്കാർക്ക് ഒരു പ്രചോദനമാണ്. കാർഷിക മേഖലയിലുള്ള ഒരു പ്രതിബദ്ധത എനിക്ക് തോന്നുന്നത് അദ്ദേഹം 1987 ഗാന്ധിജി സ്റ്റഡി സെന്റർ എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും കോട്ടയത്ത് ആദ്യമായി ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള സംഘടിപ്പിച്ചു. ഇപ്പോൾ സ്ഥിരമായി തൊടുപുഴയിൽ എല്ലാ വർഷവും കാർഷിക മേള നടക്കുകയും ആ കാർഷിക മേളയിൽ വളരെ വിജ്ഞാനപ്രദമായ, കർഷകർക്ക് ഏറ്റവും ഉപകാരപ്രദമായ സെമിനാറുകൾ, അതുപോലെ സ്റ്റാളുകൾ ഉൾപ്പെടെ കൃഷിക്കാരൻ്റെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട വിജയപ്രദമായി എങ്ങനെ ശാസ്ത്രീയമായി കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ അവബോധമുണ്ടാക്കുന്ന ഒരു മേളയായി കാർഷിക മേള മാറി. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കാർഷിക മേളയാണ് തൊടുപുഴയിൽ നടക്കുന്ന ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ കാർഷിക മേള. അതിൻ്റെ മുഖ്യ ആള്, അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജോസഫ് സാറാണ്. ഞാനിവിടെ കാർഷിക മേളയോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനവും മത്സരമൊക്കെ നടത്താറുണ്ട്. അതെല്ലാം ഈ കൃഷിയുടെ ഭാഗമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ തൊടുപുഴ MLA പി ജെ ജോസഫ് സാറിൻ്റെ ഡയറി ഫാമിനെ സംബന്ധിച്ചും സാറിൻ്റെ ഈ കൃഷിയോടുള്ള, മൃഗങ്ങളോടുള്ള ആ താല്പര്യം, പ്രത്യേകിച്ച് ഒരു MLA-നേക്കാൾ ഉപരി ഒരു കർഷകൻ എന്ന നിലയിലാണ് അദ്ദേഹം സ്വന്തമായി തൻ്റെ വീട്ടിൽ പല ഇനത്തിൽപ്പെട്ട പശുക്കളെ വളർത്തി പരിപാലിച്ച് അത് ഡയറി ഫാമായി പാല് നൽകുന്നു. ആ പാല് നൽകുന്നതോടൊപ്പം തന്നെ അത് ഒരു മാതൃക കർഷകന് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരവും നൽകാവുന്നതാണ്. കൃഷിയാണ് മുഖ്യമായ തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും അതുമായി മുന്നോട്ട് പോകുന്നു. അത് ഒരു തരത്തിലും വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. വളരെ കൃത്യതയോടെയുള്ള ഒരു സമയക്രമം അനുസരിച്ചിട്ടാണ് ഈ ഡയറിയുടെ ദിനചര്യങ്ങൾ. അതിരാവിലെ 2 മണിക്ക് ആരംഭിക്കുന്ന ദിനചര്യ വൈകുന്നേരം 5:30യോടെയാണ് സമാപിക്കുന്നത്. അതുകഴിഞ്ഞാൽ പശുക്കൾക്കും ജോലിക്കാർക്കും വിശ്രമം. ശ്രീ പി ജോസഫ് സാറിൻ്റെ ഡയറി ഫാം, അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്നിട്ടുള്ള ഡയറി ഫാം ഒരു മോഡൽ ഡയറി ഫാം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം കൊടുക്കുന്ന ശ്രദ്ധ, സമീപനം എല്ലാം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അദ്ദേഹം എത്ര തിരക്കുണ്ടെങ്കിലും അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ കാണിക്കുന്നുണ്ട്.
ഈ ഫാമിൽ കറവയുള്ളതും ഇല്ലാത്തതുമായ പശുക്കളും കിടാക്കളും കിടാരികളും കൂടി 6ഓളം മൃഗങ്ങളുണ്ട്. 46 പശുക്കളാണുള്ളത്. ഇതിൽ 26 എണ്ണത്തിന് നിലവിൽ കറവയുണ്ട്. 20 പശുക്കൾ ഗർഭിണികളാണ്. കിടാങ്ങളും കിടാരികളും കൂടി 45 എണ്ണമുണ്ട്. ഒരു മൂരിയുമുണ്ട്. പശുക്കൾ വിവിധ ഇനത്തിൽപ്പെട്ടവയാണ്. ഡെൻമാർക്ക് ജേഴ്സി, ഒറിജിനൽ ജേഴ്സി, സിന്ധി, ഗിർ, സഹിവാൾ തുടങ്ങി വിവിധയിനം പശുക്കൾ. ഓരോ പശുവിനും പേര് നൽകിയിട്ടുണ്ട്. ജോലിക്കാർക്ക് ഓരോ പശുവിന്റെയും പേര് സുപരിചിതം. സാറിന് ചാച്ചൻ്റെ കാലം മുതൽ സാർ ഈ ഫീൽഡ് പശുക്കളെ വളർത്തിനോട് വലിയ എനർജിയാണ്. സാറിന് ഏറ്റവും ഹോബിയാണ്, സന്തോഷമുള്ളൊരു ഫീൽഡാണ് പശുക്കളെ വളർത്തൽ. രാവിലെ സാർ എല്ലാ ദിവസവും ഒരു 4 മണിയാകുമ്പോൾ ഏറ്റ് തൊഴുത്തി വന്നിട്ട് എല്ലാം നോക്കി പുല്ല് കൊടുക്കണതും ഭക്ഷണം കൊടുക്കണതും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഓരോ പശുക്കളുടെ പാല്, ഇന്ന പശുവിൻ്റെ പാല് അല്ലെ സുജയുടെ പാല് ഒന്ന് ചായക്ക് മതി എന്ന് പറഞ്ഞ് ആ പാല് കറന്ന് നമ്മൾ കൊടുക്കും. അത് ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പശുക്കൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പോലും സാറ് ആ പശുക്കളെ അഴിച്ചവിടെ കൊണ്ടുപോകും സാറിന് കാണാൻ വേണ്ടി. അങ്ങനെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സാറ്. എല്ലാ പശുക്കും വയറ് നിറയെ എപ്പോഴും പുല്ല് കൊടുത്ത് ഇതായിട്ട് നിൽക്കണമെന്ന് സാറ്. വയറ് പശുക്കാൻ സാറ് സമ്മതിക്കില്ല പശുക്ക്. കറവ തീർന്ന പശുക്കളെ പ്രത്യേകം വറ്റുകാല സംരക്ഷണം നൽകി പരിചരിക്കുന്നു. അതുപോലെ കറവ പശുക്കൾക്കു പ്രസവരക്ഷയും നൽകുന്നു. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാക്കളെ അദ്ദേഹം അപ്പം തന്നെ പശുവിൻ്റെ അടുത്ത് മാറ്റുകയും അതിന് പ്രത്യേക വേറെ പരിചരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പശുക്കളുടെയും അടുത്ത് വെള്ളം കുടിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പാത്രങ്ങളിലെ വെള്ളം തീരുന്നതിനനുസരിച്ച് തന്നെ നിറയും, കവിഞ്ഞു പോവുകയുമില്ല. PJ ജോസഫ് സാറിൻ്റെ കന്നുകാലി ഫാം ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് മറ്റ് കർഷകരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ പശുക്കളെയും അതുപോലെ അനുബന്ധ മൃഗങ്ങളെയും ഒക്കെ പരിപാലിക്കുന്ന രീതിയാണ് അവിടെ തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജോസഫ് സാറിൻ്റെ ഫാമിൽ നമ്മൾ എടുത്തു കാണേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വളരെയധികം കംഫർട്ടുള്ളൊരു ഫാമാണ്. നമ്മുടെ ഈ ഇന്ത്യ പോലെ അല്ലെങ്കിൽ കേരളം പോലെ ഇത്ര ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സ്ഥലത്ത് കന്നുകാലി കൃഷി, പ്രത്യേകിച്ചും ഹൈ ഈൽഡിങ് ആയിട്ടുള്ള HF അതുപോലെ ക്രോസ് ബ്രീഡ് ജേഴ്സി ഇനങ്ങളെയൊക്കെ പരിപാലിക്കുമ്പോൾ അവയ്ക്ക് ഉണ്ടാവാൻ ഇടയുള്ള പ്രൊഡക്ഷൻ ലോസ് കുറയ്ക്കുന്നതിന് ഈ കൗ കംഫർട്ട് എന്ന് പറയുന്നൊരു സംഭവം വളരെ അത്യാവശ്യമാണ്. അതായത് അവിടെ നല്ല തണലുള്ള സ്ഥലങ്ങളിലാണ്, മാത്രമല്ല വളരെ ശുദ്ധവായു കയറി ഇറങ്ങി പോകുന്ന രീതിയിലുള്ള എയർ സർക്കുലേഷൻ കിട്ടുന്ന ഫാം ഹൗസുകളാണ് അവിടെ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. തീറ്റയുടെ കാര്യത്തിലാട്ടെ ഇപ്പോൾ ആവശ്യത്തിന് പച്ചപ്പുല്ല് ലഭ്യത കുറയുന്ന വേനൽക്കാലത്ത് ഇപ്പോൾ കന്നാരപ്പോല, അതായത് പൈനാപ്പിൾ ലീഫ് അവർ ചോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ബിയർ വേസ്റ്റ് അതുപോലെ നമ്മുടെ സൈലേജ് പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്ത് പശുക്കൾക്ക് കൊടുക്കുന്നുണ്ട്. കൃത്യമായ രീതിയിലും അളവിലും പരിപാലിച്ച് പോരുന്നതുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ ലോസ് ഉണ്ടാവാതെ നിലനിന്ന് പോരുന്നത്. പിന്നെ പാലക്കാട് നിന്നൊക്കെ എത്തിക്കുന്ന ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു വസ്തു, അതായത് ഡിസ്റ്റിലറീസിൻ്റെ ഡിസ്റ്റിലേഷൻ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ആയിട്ട് വരുന്ന ബ്രൂവേഴ്സ് ഈസ്റ്റ് ഒരു തീറ്റയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നു. ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതിൽ അവിടെ രോഗങ്ങൾ താരതമ്യേന വളരെ കുറവാണ്. അതിന് ഒരു കാര്യം ഇത് തന്നെയാണ്, ഈ കൗ കംഫർട്ട് എന്നുള്ള രീതിയിൽ പശുക്കളെ വളരെ സ്വസ്ഥമായി രീതിയിൽ വളർത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, അവിടുത്തെ ഷെഡുകൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഉണങ്ങിക്കിടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കന്നുകാലി ഫാമുകളിൽ രോഗങ്ങൾ കുറയുന്നതിന് വേണ്ടി. അത് അവിടുത്തെ തൊഴുത്തുകളിൽ ഞാൻ പ്രത്യേകം കണ്ടിട്ടുണ്ട്. എപ്പോഴും ഉണങ്ങി തന്നെയാണ് കിടക്കുന്നത്. രോഗപ്രതിരോധനം ദൈനംദിന പരിപാലനയുടെ ഭാഗമാണ്. വാക്യൂം സക്ഷൻ ഉപയോഗിക്കുന്ന കറവയന്ത്രങ്ങളാണ് കറവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓരോ തവണയും വൃത്തിയാക്കി അണുമുക്തമാക്കുന്ന കറവയന്ത്രങ്ങൾ പശുക്കളുടെ അകിട് സംബന്ധിയായ അസുഖങ്ങൾ വളരെ കുറക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മാസ്റ്റൈറ്റിസ്, അതായത് അകിട് വീക്കം, അതുപോലെ ലാമിനൈറ്റിസ്, കുളമ്പുകൾക്കുണ്ടാകുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള രോഗങ്ങളും അവിടെ കുറവായിട്ടാണ് കാണുന്നത്.
പ്രത്യേകിച്ചും ഈ കുളമ്പുകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിന് വേണ്ടി കല്ലിട്ടതും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഇട്ടതുമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇടയ്ക്ക് പശുക്കളെ കെട്ടുന്നുണ്ട്. അപ്പോൾ നോർമൽ വെയർ ആൻഡ് ടയർ ആ ഒരു തേയ്മാനം സംഭവിച്ചുകൊണ്ട് കുളമ്പുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അത് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ധാതുലോണ മിശ്രിതം നമ്മുടെ നാട്ടിലൊന്നും ഒരു കർഷകരും ചെയ്യാത്തൊരു കാര്യമാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ധാതുലോണ മിശ്രിതങ്ങൾ, നിരവധിയായ ധാതുലോണങ്ങൾ കന്നുകാലി തീറ്റയിലും അതുപോലെ തന്നെ പുല്ലിലും ഒക്കെ കുറവാണ്. അത് അവർ അഡീഷണൽ ആയിട്ട് ധാതുലോണ മിശ്രിതങ്ങൾ കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട് അവിടുത്തെ പശുക്കൾക്ക്. അതുപോലെ തന്നെ ഉൽപ്പാദനവും കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അവിടുത്തെ പാലുൽപാദനം ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ പശുക്കളിൽ നിന്നും കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ മാത്രമേ അദ്ദേഹം നിർത്തുന്നുള്ളൂ. ശരാശരി ആവറേജ് ഒരു 15 ലിറ്റർ ഒരു ദിവസം ഒരു പശുവിൽ നിന്ന് പാല് കിട്ടുന്നുണ്ടെന്നാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം കൃത്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ വാക്സിനേഷനുകൾ എടുക്കുന്നു. എത്രത്തോളം ശ്രദ്ധിച്ചാലും നമ്മൾ എത്ര നല്ല തീറ്റ കൊടുത്താലും എത്ര നല്ല പോഷകമൂല്യമുള്ള സപ്ലിമെൻറ്റ്സ് കൊടുത്താലും രോഗങ്ങൾ ഒരു വലിയ തലവേദന തന്നെയാണ് എപ്പോഴും കന്നുകാലി ഫാമുകളിൽ. പക്ഷേ ജോസഫ് സാറിൻ്റെ ഫാമിലാകട്ടെ രോഗങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിൽ 1 or 2 തവണ മാത്രമാണ്. അത്രയും 200 മുകളിൽ കന്നുകാലികളുള്ള ഫാമിൽ അല്ലാത്ത ഫാമുകളിൽ സ്ഥിരമായിട്ടും ഡോക്ടേഴ്സിന് പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ഇവിടെ വളരെ അപൂർവമാണ് പോകേണ്ടി വരുന്നത്. കാരണം അവിടെ രോഗങ്ങൾ കുറവാണ് എന്ന് തന്നെയാണ്. അത് ഈ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് കൂടാതെ കൊണ്ട് കൃത്യമായ രീതിയിൽ വാക്സിനേഷനുകൾ എടുക്കുന്നതും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തൊഴിലാളികളെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ തീറ്റയും സപ്ലിമെൻറ്റ്സും എല്ലാം കൃത്യമായ രീതിയിൽ കൊടുത്ത് ഇതിനെല്ലാം മേലെ പറയേണ്ട ഒരു കാര്യം അവർക്ക് ആ മൃഗങ്ങളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കിടാക്കളെ, മൂരിക്കിടാവായാലും പശുക്കിടാക്കളായാലും കുഞ്ഞു കിടാക്കളെ പ്രത്യേകം വളർത്തി അവയെ നല്ലൊരു സപ്ലിമെൻ്ററി സ്റ്റോക്കായിട്ട് അവർ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്മിശ്ര കൃഷിയാണ്. അദ്ദേഹം എല്ലാ കൃഷിയും തൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നു. റബ്ബർ ഉൾപ്പെടെ തെങ്ങ്, ജാതി, കൊക്കോ, മാവ്, പ്ലാവ്, പഴവർഗ്ഗങ്ങൾ, റംബുട്ടാൻ, മംഗോസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെ വിവിധങ്ങളായ കൃഷി രീതികൾ അദ്ദേഹത്തിനുണ്ട്. ആ കൃഷിയിടത്തിലെല്ലാം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ജൈവ കൃഷിയുടെ പ്രാധാന്യം. ആ കൃഷി നമുക്ക് കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. ചാണകം ഇവിടെ ബയോഗ്യാസ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നു. ഗ്യാസ് പ്ലാന്റിലെ സ്ലറി വളമായി കൃഷിത്തോട്ടത്തിൽ ഉപയോഗിക്കുന്നു. മിച്ചമുള്ള ചാണകം ഒരു മേൽക്കൂരയുള്ള തുറന്ന ടാങ്കിൽ ശേഖരിക്കുന്നു. ഇത് അവിടെ കിടന്ന് ഉണങ്ങിപ്പൊടിയുമ്പോൾ വളമായി വിൽപ്പന നടത്തുന്നു. മന്ത്രി എന്ന നിലയിലുമൊക്കെ അദ്ദേഹം വഹിച്ചിരിക്കുന്ന മന്ത്രിസ്ഥാനങ്ങളൊക്കെ വിവിധ സർക്കാരുകളിൽ വഹിച്ചപ്പോഴും അദ്ദേഹം കൃഷി വകുപ്പ് മാത്രം അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹം മന്ത്രിയായിരുന്ന സംസ്ഥാന സർക്കാരിൽ കൃഷിക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി വളരെ ഭംഗിയായി ശബ്ദമുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതാണ് അത് പറഞ്ഞത്. അദ്ദേഹം പാരമ്പര്യമായി അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരുന്ന ആളാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം വിജയിച്ചിട്ടുള്ള ശ്രീ PJ ജോസഫ് സർ തൊടുപുഴയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വമാണ്. ഇന്നും MLA എന്ന നിലയിൽ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും അദ്ദേഹം തന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ വ്യാപൃതനായിരിക്കുന്നു. തൊടുപുഴയെ സംബന്ധിച്ച് 1970 മുതൽ MLAയും പലവട്ടം ആഭ്യന്തര വകുപ്പ്, ജലസേചന വകുപ്പ്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയായി പൊതുപ്രവർത്തന രംഗത്ത് ഇന്നും തിളങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് തൊടുപുഴയ്ക്ക് തന്നെ അതിൻ്റേതായ ഭാവനാപരമായ മാറ്റങ്ങൾ വരുത്തി പലതരം ബൈപ്പാസുകൾ, ആ ബൈപ്പാസുകൾ വഴി തൊടുപുഴ ടൗണിലെ യാത്രാ ക്ലേശം പരിഹരിക്കുവാനും അതുപോലെ തന്നെ വാഹനങ്ങളുടെ അനിയന്ത്രിതമായ ആ നിയന്ത്രണം നിയന്ത്രിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന വിധത്തിലൊക്കെയുള്ള ഒരു പുരോഗതിയാണ് തൊടുപുഴ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം PWD വകുപ്പ് മന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിലാണ് ടൗൺ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ബൈപ്പാസുകളൊക്കെ രൂപം നൽകി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 1996, 2001 വർഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു. അപ്പോൾ എനിക്കറിയാം വെളുപ്പിന് 3 മണിക്കാണ് വീട്ടിലെത്തുന്നതെങ്കിലും
അദ്ദേഹത്തിൻ്റെ പശുത്തൊഴുത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലങ്ങളെല്ലാം അദ്ദേഹം പോയി സന്ദർശിക്കുക പതിവാണ്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പണിക്കാരുമായി പണിയെടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി പരിഹരിച്ച് ഒരു പിഴവുമില്ലാതെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധ വളരെ വലുതാണ്. അത് അദ്ദേഹം വളരെയേറെ സംഘടനകൾ അദ്ദേഹത്തിന് മികച്ച കർഷകൻ, ജൈവ കർഷകൻ എന്നുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് തന്നെ തൊഴുത്ത് പണിത് പശുക്കളെ സംരക്ഷിച്ച് അവിടെയും പാൽ ഉത്പാദിപ്പിച്ച് അത് ഒരു സേവനം എന്ന നിലയിൽ ആൾക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ പുറപ്പഴയിലാണെങ്കിൽ പോലും പുറപ്പഴ LP സ്കൂളിലെ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ വഴിയായി പാൽ സൗജന്യമായാണ് വിതരണം നടത്തി വരുന്നത്. ആഴ്ചയിൽ മുട്ടയും സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി നൽകുമായിരുന്നു. അദ്ദേഹം കാസർഗോഡ് നിന്ന് അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ്റെ വിത്തുകൾ ശേഖരിച്ചു ഇവിടെ പുറപ്പഴിയിലെ തൻ്റെ കൃഷിയിടത്ത് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് അദ്ദേഹത്തിന് സ്വന്തം കൃഷിയിടത്തിലും മറ്റ് കൃഷിക്കാർക്കും വളരെ വില കുറച്ച് ഏതാണ്ട് സൗജന്യമായി തന്നെ വിത്തുകൾ കൊടുക്കുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, കൃഷിയുടെ മനസ്സറിയുന്ന, മനസ്സ് തൊട്ട് മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ PJ ജോസഫ് സാർ. അതിജീവനത്തിന്റെ പാതയിൽ കൃഷിയെയും കൃഷിയിടങ്ങളെയും മറക്കുന്ന കേരള ജനതയ്ക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇച്ഛാശക്തിയുണ്ടെങ്കിൽ വേരുകൾ മറക്കാതെ ജീവിക്കാനാകും എന്ന് കാണിച്ചു തരികയാണ് ശ്രീ PJ ജോസഫ് സർ. പ്രിയ സഖിയുടെയും ഇളയമകന്റെയും വേർപാടിനു ശേഷവും തന്റെ കർമ്മമണ്ഡലമായ രാഷ്ട്രീയത്തിലായാലും കൃഷിയിലായാലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് അദ്ദേഹം.